അതേസമയം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിയുകയാണ് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. പുറത്തുവന്ന റിപ്പോർട്ടിലെ ഒരു പേജ് മാത്രം വ്യാജമെന്നാണ് പുതിയ വിശദീകരണം. ഫേസ്ബുക്കിൽ മുൻപ് റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു എന്നും ചിത്രത്തിന് വ്യക്തതയില്ലാത്തതിനാലാണ് പിൻവലിച്ചത് എന്നുമുള്ള വിചിത്രവാദമാണ് അനിൽ അക്കര ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് എന്റെ നേതാക്കന്മാർ പറഞ്ഞ അറിവനുസരിച്ച് അതിലൊരു പേജ് പൂർണ്ണമായും വ്യാജമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിനകത്ത് 23-ാമത്തെ നമ്പർ പേജാണെന്ന് തോന്നുന്നു, പേജ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ പേജ് വ്യാജമാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുകയും അത് ആരോ DTP എടുത്ത് പുതുതായി എനിക്കെതിരെ പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഇത് കിട്ടാൻ വേണ്ടിയും പൊതുസമൂഹത്തിന് കിട്ടാൻ വേണ്ടിയും അപ്പോൾ തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാനത് ലോഡ് ചെയ്തിട്ടുണ്ടായി. താൻ നിയമ നടപടി സ്വീകരിച്ചവരെല്ലാം ഇന്ന് അഴിക്കുള്ളിലാണെന്നും അനിൽ അക്കരയുടെ ഭീഷണി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഈ റിപ്പോർട്ട് അപ്പാടെ വ്യാജമാണ് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അന്വേഷണ സമിതിയിലെ KC ജോസഫ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇപ്പോൾ അനിൽ അക്കര അത് മാറുന്നു, അതിൽ നിന്നും പിന്മാറുന്നു, ഒരു പേജ് മാത്രമാണ് വ്യാജമെന്ന് പറയുന്നു. ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടുകയല്ലേ കോൺഗ്രസ് വേണ്ടത്? എന്താണ് അക്കാര്യത്തിൽ ഈ അവിടുത്തെ തൃശ്ശൂരിലെ നേതാക്കൾക്കൊക്കെ പറയാനുള്ളത്? സ്വാഭാവികമായും വിജയകുമാർ, ഈ ആശയക്കുഴപ്പങ്ങൾ പിൻവലിക്കണമെങ്കിൽ, അത് ഇല്ലാതാകണമെങ്കിൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിവാദമായി നിൽക്കുന്ന അനിൽ അക്കരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണ്. ഇന്നലെ, അത് ഞായറാഴ്ച രാത്രിയാണ് അനിൽ അക്കര തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ഈ റിപ്പോർട്ടിൻ്റെ യഥാർത്ഥ കോപ്പി ഈ കേരളത്തിൽ തന്നെ ആദ്യമായി ഈ സംഭവം ഇങ്ങനൊരു റിപ്പോർട്ടുണ്ട് എന്ന് പോലും അറിയുന്ന തരത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിന് പിന്നാലെയാണ് നമ്മൾ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വാർത്ത നൽകുന്നതും ചെയ്യുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് കൂട്ടായ്മ എന്നുള്ള പേരിലൊരു പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒട്ടിച്ചു. അത് KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുക, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള പേരിലായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തൃശ്ശൂർ നഗരത്തിൽ പലയിടത്തും ഈ പോസ്റ്റർ DCC ഓഫീസിന് മുന്നിൽ പോലും ഈ പോസ്റ്റർ പ്രത്യക്ഷമായി പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നിലപാടൊക്കെ അശ്വിൻ തുടരുക, ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും.